ഏപ്രിൽ 12 വെറോണയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സെനോ. ജനനം മൗറിറ്റാനിയ എന്ന ദേശത്ത് AD 300. മരണം 380 ഏപ്രിൽ 12 ഇറ്റലിയിലെ വെറോണയിൽ. ആഫ്രിക്കയിൽ ജനിച്ച് ഇറ്റലിയിലെ വെറോണയിലെ മെത്രാനായ വിശുദ്ധ സെനോ വിശുദ്ധ അംബ്രോസിൻ്റെ സമകാലികനാണ്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായിരുന്നുവെന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് 362 സെനോ വെറോണയിലെ മെത്രാനായി. പ്രസംഗം വഴി എല്ലാ വർഷവും അനേകം വിജാതീയരെയും ആര്യൻ പാഷണ്ഡികളെയും അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു. കോൺസ്റ്റന്റൈൻ, വാലൻസ് എന്നീ ചക്രവർത്തിമാരുടെ പിന്തുണ പാഷണ്ഡികൾക്കുണ്ടായിട്ടും ബിഷപ്പ് സെനോയ്ക്ക് അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞു. ദരിദ്ര ജീവിതം വഴി ഭരണമുണ്ടാക്കി ദരിദ്ര സഹായത്തിന് വിനിയോഗിച്ചതും അടിമകളെ സ്വതന്ത്രരാക്കുവാൻ വെറോണയിലെ ജനങ്ങൾ നിർലോഭം സഹായിച്ചതും ശ്രദ്ധേയമാണ്. വിശുദ്ധരുടെ കബറിടങ്ങളിൽ നടത്തിയിരുന്ന സ്നേഹവിരുന്ന് അമിതമായ മദ്യപാനത്തിനും മായാസ്തുതിക്കും കാരണമാകുന്നുവെന്ന് കണ്ട് സെനോ അത് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ആ ആചാരം ഇല്ലാതായി. അതിന് വിശുദ്ധ അഗസ്തീനോസ് ബിഷപ്പ് സെനോയെ അത്യധികം ശ്ലാഘിച്ച് കാണുന്നുണ്ട്. മരണാനന്തര ശുശ്രൂഷകളോടനുബന്ധിച്ച് നടന്നുവന്ന അമിതമായ വിലാപം വിശുദ്ധ സെനോ നിർത്തി. വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി വിശുദ്ധ സെനോ അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ അവർണ്ണനീയമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അനുഭവിക്കുന്ന മർദ്ദനങ്ങളിലും സഹനങ്ങളിലും പരിശുദ്ധമായ ആനന്ദം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ക്ഷമയെക്കുറിച്ച് വിശുദ്ധ സെനോ എഴുതിയിട്ടുള്ള ഈ വാക്കുകൾ എല്ലാ തലമുറകൾക്കും പ്രയോജനകരമാണ്. എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞി ക്ഷമയെ, നിന്റെ സ്തുതികൾ പാടാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. വാക്കാലല്ല, എൻ്റെ ജീവിതത്താലും പ്രവർത്തനങ്ങളാലും. അങ്ങ് കന്യാത്വത്തിൻ്റെ തുണയാണ്, വിധവകൾക്ക് സുരക്ഷിതമായ തുറമുഖമാണ്, വിവാഹ ജീവിതത്തിന് വഴികാട്ടിയും മാർഗനിയന്താവുമാണ്, സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്, അടിമത്തത്തിൻ്റെ ആശ്വാസവും ആനന്ദവുമാണ്. അങ്ങാണല്ലോ പലപ്പോഴും അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യം. അങ്ങ് വഴി ദാരിദ്ര്യം സമാധാനത്തോടെ ആസ്വദിക്കുന്നു, സമസ്തവും സംതൃപ്തി ഉളവാക്കുന്നു. അങ്ങ് വഴി പ്രവാചകന്മാർ പുണ്യത്തിൽ വളർന്നു, അപ്പസ്തോലന്മാർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ അനുദിന കിരീടവും മാതാവും അങ്ങാണ്. വിശ്വാസത്തിൻ്റെ താങ്ങും പ്രത്യാശയും ഫലവും സ്നേഹത്തിൻ്റെ മിത്രവും അങ്ങ് തന്നെ. ഇങ്ങനെയാണ് ബിഷപ്പ് സെനോ ക്ഷമയെക്കുറിച്ച് തൻ്റെ ജനങ്ങളെ പഠിപ്പിച്ചത്. ഈ 80കാരൻ്റെ മരണം വാർദ്ധക്യ സഹജമാണെന്നും അല്ല രക്തസാക്ഷിത്വമായിരുന്നുവെന്നും വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീക്ഷ്ണവും സംഭവബഹുലവുമായ ഈ വിശുദ്ധൻ്റെ ജീവിതം 380 വർഷം ഏപ്രിൽ 12 സമാപിച്ചു. വചനം എസെക്കിയേൽ 37:5. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. വിചിന്തനം. സ്നേഹമേ, അങ്ങ് എത്ര സമ്പന്നവും ആർദ്രവും ശക്തവുമാണ്. അങ്ങയെ സ്വന്തമാക്കിയിട്ടില്ലാത്തവർക്ക് യാതൊന്നുമില്ല. അങ്ങേക്ക് ദൈവത്തെ മനുഷ്യനാക്കാൻ കഴിഞ്ഞു. ദൈവത്തെ മരിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ട് അങ്ങ് മരണത്തെ കീഴടക്കിയിരിക്കുന്നു. വിശുദ്ധ സെനോയുടെ വാക്കുകൾ.